എക്സ്ക്യൂസ് മീ. മഹാദേവനല്ലേ? അതെ. ഐ ആം ഹോനായി, ജോൺ ഹോനായി. ഹലോ. ഞാൻ ബോംബെയില് നിങ്ങളുടെ മായയുടെ അയൽവാസിയാ. മഹാദേവന് ബുദ്ധിമുട്ടാവില്ലെങ്കിൽ എനിക്കൊരു കാര്യം സംസാരിക്കാനുണ്ടായിരുന്നു. കാറുണ്ട്, താമസിക്കില്ല. ഞാൻ ഇവിടെയോ വീട്ടിലോ എവിടെയാണെന്ന് വെച്ചാൽ തിരിച്ചു കൊണ്ടുവന്ന് വിടാം. അതിപ്പോ ഞാൻ ഒരു... പ്ലീസ് നോ എന്ന് പറയരുത്. ഒരു 10 മിനിറ്റ് എനിക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യണം. പ്ലീസ് കം. വരൂ. ഇവരൊക്കെ ഞാൻ തന്നെ കൂട്ടിക്കൊണ്ടുവന്നതാ. നിങ്ങളിരിക്കൂ, ഞാനിപ്പോ വരാം. മായെ മറക്കണമെന്ന് പറയാൻ വിളിച്ചോണ്ട് വന്നതായിരിക്കും. സമ്മതിക്കരുത്. ഒറ്റക്കെട്ടായി നിന്നാ നമുക്ക് ആർക്കെങ്കിലും ഒരാൾക്ക് അവളെ കിട്ടും. അവ സോറി, എനിക്ക് നിങ്ങളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരുവാൻ ഒരു ചെറിയ കള്ളം പറയേണ്ടി വന്നു. മായയുടെ പരിചയക്കാരനാണെന്ന്. സത്യത്തിൽ എനിക്ക് പരിചയം മായയല്ല, സേതുമാധവനെയാ. മായയുടെ ചേട്ടൻ സേതുമാധവനെ. ഇപ്പൊ നിങ്ങളിൽ നിന്ന് എനിക്ക് അറിയേണ്ടതും ആ സേതുവിനെ കുറിച്ചാണ്. ഇത് ആരാന്ന് പറയാമോ? സേതു. ആ. ഇതോ? സേതുവും പിന്നെ പിന്നെ ആൻഡ്രൂസ്. ഓക്കെ, ആൻഡ്രൂസും. ഈ ആൻഡ്രൂസ് ഇപ്പോൾ എവിടെയുണ്ടെന്ന് അറിയാമോ? നിങ്ങളെന്താ ഒരുമാതിരി കള്ളന്മാരെ ചോദ്യം ചെയ്യുന്ന പോലെ? ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് വേണ്ടി നിങ്ങളൊരു 10 മിനിറ്റ് ബുദ്ധിമുട്ടണമെന്ന്. പ്ലീസ്. ബോംബെയിൽ എവിടെയുണ്ട്? ആ, ഓക്കെ. ഇനി എനിക്ക് ഒരു കാര്യം കൂടി അറിയേണ്ടതായിട്ടുള്ളൂ. ഒരേ ഒരു കാര്യം. ആ പെട്ടി ഇപ്പൊ എവിടെയുണ്ട്? പെട്ടിയാ? ഏത് പെട്ടി? തെളിച്ചു പറയാം. ആൻഡ്രൂസ് സേതുവിന്റെ കയ്യിൽ കൊടുത്തുവിട്ടില്ലേ ഒരു സമ്മാനം, അമ്മച്ചിക്കുള്ള ക്രിസ്തുമസ് സമ്മാനം? അത് തന്നെ. അതിപ്പം എവിടെയുണ്ട്? അത് അമ്മച്ചിയുടെയിലുണ്ടോ? അതവിടെ ഇല്ല, എനിക്കറിയാം. സേതു അത് അമ്മച്ചി ഏൽപ്പിക്കാതെയാണ് പോയിരിക്കുന്നത്. ഏൽപ്പിച്ചിട്ടില്ലെങ്കിൽ ഇല്ല. അങ്ങനെ ഒരു പെട്ടിയില്ല, സമ്മാനമില്ല. ആ പെട്ടി ഇപ്പൊ എവിടെയുണ്ട്? അങ്ങനെ ഒരു പെട്ടി ഇല്ലെന്ന് പറഞ്ഞില്ലേ? അടിക്കാനുള്ള കാര്യം പറയണ പുല്ലേ. ഏത് പെട്ടി? എന്ത് പെട്ടി? എന്റെ പപ്പയെ പെരുവഴിയിലിട്ട് പട്ടിയെ കൊല്ലണ പോലെ കൊന്നിട്ട അവന്മാർ അതും കൊണ്ട് ഇങ്ങോട്ട് പോകുന്നത്. അതിപ്പോ എവിടെയുണ്ടെന്ന് എനിക്കറിയണം. ആരെ ഏൽപ്പിച്ചിരിക്കുന്നു എനിക്കറിയണം. പറ പട്ടി. എന്റെ ദൈവമേ, ഞങ്ങളെ തല്ലിട്ട് ഒരു കാര്യമില്ല ഹോനായി. ഞങ്ങൾക്ക് ഇതൊന്നും അറിഞ്ഞുകൂടാ. നിങ്ങൾക്കറിയാം, ഈ നാട്ടിൽ സേതുവിനെ കുറിച്ച് അറിയാവുന്നവർ നിങ്ങൾ മാത്രമേ ഉള്ളൂ. കഴിഞ്ഞ 8 മാസക്കാലം ഞാൻ അലഞ്ഞത് മുഴുവൻ ഇതിനാ, അവനുമായി ബന്ധമുള്ള ഒരുത്തനെ കൈ കിട്ടാൻ.
ഇനി ആ പെട്ടി തിരിച്ചു തരാതെ നീയൊന്നും ജീവനോടെ ഇവിടുന്ന് പോവില്ല. എടാ, ഇനി പറയും, അതിപ്പോ എവിടെയുണ്ട്? സത്യം പറ, ആ പെട്ടി ഇപ്പോൾ ആരുടെ കയ്യിലുണ്ട്? തോമസ് കുട്ടി വിട്ടോടാ. ഞങ്ങൾക്കൊന്നും അറിഞ്ഞുകൂടായേ, ഞങ്ങൾക്ക് ആരെ അറിഞ്ഞുകൂടായേ. അയ്യോ, ഞങ്ങളെ രക്ഷിക്കണേ മുതലാളി. അയ്യോ, അറിയാൻ പാടില്ലായിരുന്നെങ്കിൽ നേരെ നിർത്തിയതന്നെ ഞങ്ങൾ പറഞ്ഞേനെ. അവരെയൊക്കെ അറിയാമെന്ന് പറഞ്ഞ വെറുതെ കള്ളമാണ്. അണ്ണാ, ദേ അവള് അവന്മാരാളാ. വണ്ടി എടുക്കണം. അവന്മാരിപ്പോ എവിടെയുണ്ട്? വേറൊന്നിനും അല്ല, അണ്ണനും അണ്ണന്റെ കൂട്ടുകാർക്കും അവരെ ഒന്ന് പരിചയപ്പെടണമെന്ന്. സാരമില്ല, എവിടെ ഉണ്ടെങ്കിലും ഞങ്ങൾ തപ്പിയെടുത്തോളാം. പോട്ടെ, വരട്ടെ മോളെ. ഗോവിന്ദൻകുട്ടി ഉണ്ടോ? ഇല്ലല്ലോ, രാവിലെ ഒരാൾ വന്ന് കാറ് കയറ്റി കൊണ്ടുപോയതാ. എന്താ? ഇനി അവരാരെങ്കിലും വന്നാ ഇവിടെ തന്നെ ഇരിക്കാൻ പറയണം. ഞാൻ ഉടനെ മടങ്ങി വരും. ശരി. ഗോവിന്ദൻകുട്ടി സാറിന്റെ ടൈം ബെസ്റ്റ് ടൈം. എന്റെ അമ്മേ! അയ്യോ, 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 ഗോവിന്ദൻകുട്ടി, തോമസുട്ടി, ആരെങ്കിലും വരുന്നതിനും നമുക്ക് ഇവിടുന്ന് വേഗം ഞാനിപ്പോ അവരുടെ 4 പേരുടെയും വീട്ടിൽ പോയി അന്വേഷിച്ചിട്ടാ വരുന്നത്. അവരവിടെ എങ്ങുമില്ല. ഒന്നുകിൽ പേടിച്ച് എവിടെയെങ്കിലും പോയി ഒളിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ അവളുടെ ആളുകൾ അവരെ അപകടപ്പെടുത്തിയിട്ടുണ്ടാവും. ആ പാവങ്ങൾക്ക് എന്തെങ്കിലും സംഭവിക്കുന്നതിന് മുമ്പ് എനിക്ക് അവളെ കണ്ടുപിടിക്കണം. എന്റെ ഏട്ടന്റെ ആ കാമുകിയെ. എന്റെ മോളെ കാമുകയില്ല, ഒന്നുമില്ല. സേതുവിനെ പറ്റി ആരോ വേണ്ടാത്ത നുണകളൊക്കെ പറഞ്ഞു പിടിപ്പിച്ചിരിക്കുക മോളോട്. ഇല്ല അമ്മച്ചി, സേതുവേട്ടൻ ഇവിടെ ഒരു പെൺകുട്ടിയുമായി പരിചയം ഉണ്ടായിരുന്നു. അത് സത്യമാ. സേതുവേട്ടന്റെ ലൈബ്രറിയിലെ മെമ്പർഷിപ്പ് കാർഡ് ഞാൻ കണ്ടു. അതിൽ ഏട്ടനെ ലൈബ്രറി ചേർത്തിരിക്കുന്നത് അവളാ, ഒരു ആനി ഫിലിപ്പ്. അവളെ കാണാൻ വേണ്ടിയാ സേതുവേട്ടൻ ലൈബ്രറിയിൽ ചേർന്നത്. അവിടെ വെച്ചാ അവര് തമ്മിൽ കണ്ടിരുന്നതും സംസാരിച്ചിരുന്നതും. ഈ കഥകളൊക്കെ കേട്ടപ്പോ ആദ്യം ഞാനും വിശ്വസിച്ചില്ല അമ്മച്ചി. പക്ഷെ ഇപ്പോ ഏട്ടനെ പറ്റി കൂടുതൽ അറിയാൻ തുടങ്ങിയപ്പോ അവര് പറഞ്ഞതൊക്കെ സത്യമാകാനാണ് വഴി. ഇല്ല മോളെ, അങ്ങനെയൊന്നും ഉണ്ടാവില്ല. ഉണ്ടായിരുന്നെങ്കിൽ സേതു അതൊന്നും എന്നോട് മറച്ചു വെക്കില്ല. എങ്കി അമ്മച്ചി അറിയാത്ത ഒരുപാട് സത്യങ്ങളും സംഭവങ്ങളും ഇനിയുണ്ട്. ഏട്ടൻ അതൊക്കെ അമ്മച്ചിയിൽ നിന്ന് മറച്ചു വെച്ചത് എന്തിനാണെന്ന് എനിക്കിപ്പോഴും അറിഞ്ഞൂടാ. അമ്മച്ചിക്ക് തരാൻ സേതുവേട്ടന്റെ കയ്യിൽ ഒരു സമ്മാനം ഉണ്ടായിരുന്നു. ആൻഡ്രൂസ് കൊടുത്തുവിട്ട സമ്മാനം. ആ സമ്മാനം അമ്മച്ചിയെ ഏൽപ്പിക്കാതെയാ ഏട്ടൻ ഇവിടുന്ന് മടങ്ങിയത്.
ഇനി ഒന്നുകൂടി അറിഞ്ഞോളൂ, ഏട്ടന്റെ ആ ആനി ഇന്ന് പഴയ ആനിയല്ല, ജോസ്ഫൈൻ ആണ്, സിസ്റ്റർ ജോസ്ഫൈൻ. എക്സ്ക്യൂസ് മീ, എനിക്ക് സിസ്റ്റർ ജോസ്ഫൈൻ ഒന്ന് കാണണമായിരുന്നു. ഇപ്പൊ പ്രാർത്ഥനാ സമയമാണല്ലോ. എന്നാ ഞാൻ വെയിറ്റ് ചെയ്യാം. ശരിയെങ്കിൽ അകത്തേക്ക് ഇരുന്നോളൂ. ആരാ? കുട്ടിക്ക് എന്നെ തന്നെയാണോ കാണേണ്ടത്? ഞാനാ സിസ്റ്റർ ജോസ്ഫൈൻ. എന്താ കാര്യം? എനിക്ക് കാണേണ്ടതും സംസാരിക്കേണ്ടതും സിസ്റ്റർ ജോസ്ഫൈനോടല്ല, ആനിയോട്, ആനി ഫിലിപ്പിനോട്. നിൽക്കൂ. 1 വർഷം മുമ്പ് ഈ ആനി ഫിലിപ്പിനെ ജീവന തുല്യം സ്നേഹിച്ചിരുന്ന ഒരു ചെറുപ്പക്കാരനുണ്ടായിരുന്നു, ഒരു സേതുമാധവൻ. ഞാനാ സേതുമാധവന്റെ സിസ്റ്ററാ, പേര് മായ. ചെയ്തുപോയ തെറ്റിനുള്ള പ്രായച്ചിത്തമാണോ ഈ സന്യാസം? ഇനിയിപ്പോ ഇവിടെയല്ല, എവിടെ പോയി ഒളിച്ചാലും ശരി, എത്ര പുണ്യം ചെയ്താലും ശരി, നിങ്ങളുടെ മനസ്സിന് ഒരിക്കലും സമാധാനം കിട്ടാൻ പോണില്ല. അത്രയ്ക്ക് ദ്രോഹമാ നിങ്ങൾ എന്റെ ഏട്ടനോട് ചെയ്തത്. എന്റെ സേതുവേട്ടൻ ആത്മഹത്യ ചെയ്തത് നിങ്ങൾ കാരണമാ, നിങ്ങൾ മാത്രമാ അതിന് ഉത്തരവാദി. മായയോട് ഈ അസംബന്ധമൊക്കെ ആരാ പറഞ്ഞത്? ആരായാലും എന്താ, ഇനിയിപ്പൊ നിങ്ങളെ കൊണ്ടൊക്കെ പറയിപ്പിക്കണമെന്നും സമ്മതിപ്പിക്കണമെന്നും ഒന്നും എനിക്കില്ല. പറഞ്ഞോളൂ. ഏട്ടനെ അറിയില്ലെന്നും പരിചയമില്ലെന്നും കണ്ടിട്ടില്ലെന്നും ഒക്കെ പറഞ്ഞോളൂ. അല്ല, പരിചയമുണ്ട്, വളരെ അടുത്ത പരിചയം. സേതു ഈ നാട്ടിൽ വന്ന അന്നു മുതൽ മടങ്ങി പോകുന്നത് വരെ ഒരു ദിവസം പോലും മുടങ്ങാതെ എന്നെ വന്ന് കാണുമായിരുന്നു, സംസാരിക്കുമായിരുന്നു. ഒരു സ്ത്രീയും പുരുഷനും തമ്മിലുള്ള പരിചയത്തിനും ബന്ധത്തിനും പ്രേമം എന്ന പേര് മാത്രമേ കുട്ടിക്കറിയൂ. ഇനി കുട്ടിയുടെ ഏട്ടനെ പറ്റി എന്താ കരുതിയിരിക്കുന്നത്? ഏതെങ്കിലും ഒരു പെണ്ണിനു വേണ്ടി ജീവിതം അവസാനിപ്പിക്കുന്ന ഒരു വിഡ്ഢിയാണെന്നോ? സേതു ഒരിക്കലും ആത്മഹത്യ ചെയ്യില്ല. സേതു ആത്മഹത്യ ചെയ്തതുമല്ല. പിന്നെ അതിനു മുൻപ് ഇതൊക്കെ കുട്ടിയോട് ആരാ പറഞ്ഞതെന്ന് എനിക്കറിയണം. സേതുവേട്ടന്റെ ഇവിടെയുള്ള കൂട്ടുകാര്. കൂട്ടുകാരോ? അങ്ങനെ ഒരു കൂട്ടുകാരും സേതുവിന് ഇവിടില്ല. സേതുവിന് ഈ നാട്ടിലുണ്ടായിരുന്ന ഒരേ ഒരു കൂട്ടുകാരൻ ആൻഡ്രൂസ് ആണ്. ആ ആൻഡ്രൂസ് ഇനി മടങ്ങി വരില്ല എന്ന് കുട്ടിക്കറിയാമോ? പാവം അമ്മച്ചി ഇന്നും ആൻഡ്രൂസിന് വേണ്ടി കാത്തിരിക്കുക. ആ മകന്റെ സമ്പാദ്യങ്ങളും കെട്ടിപ്പറക്കി മരണം അറിയിക്കാൻ വന്നു കയറിയതാണ് സേതു ഇവിടെ. അത് അമ്മച്ചിയോട് പറയാനുള്ള ശക്തി ഇല്ലാതിരുന്നത് കൊണ്ടാ സേതു എന്നെ തേടി വന്നത്. ആൻഡ്രൂസിന്റെ എല്ലാമായിരുന്നു ഈ ആനി ഫിലിപ്പിനെ കാണാൻ വന്നത്. എനിക്കും അത് അമ്മച്ചിയോട് പറയാനുള്ള ധൈര്യമില്ലായിരുന്നു. അതുകൊണ്ടാ ഞങ്ങൾ അതൊക്കെ മറച്ചതും ഒളിച്ചതും. അല്ലാതെ മായ വിചാരിക്കുന്നത് പോലെ സേതു എന്നെ പ്രേമിക്കാനല്ല ഇവിടെ വന്നത്. എന്നെ കിട്ടാഞ്ഞിട്ടല്ല സേതു മരിച്ചത്. സേതുവിനെ അവര് കൊന്നതാണ്. ആൻഡ്രൂസിനെ കൊന്നതുപോലെ സേതുവിനെ അവര് കൊന്നു. ആരാ സേതുവേട്ടനെ ആൻഡ്രൂസിനെ കൊന്നത്? ഒരു ഹോനായി, ബോംബെയിൽ എവിടെയുള്ള ഒരു ജോൺ ഹോനായി. എനിക്കൊന്നും അറിഞ്ഞൂടാ, എനിക്ക് ആരെയും അറിഞ്ഞൂടാ, എനിക്ക് സേതുവിനെ അറിഞ്ഞൂടാ. ഞാൻ സത്യമാണ് പറയണത്, എന്നെ ഒന്നും ചെയ്യരുത്. അയ്യോ അയ്യോ അയ്യോ, എനിക്ക് ആരെ അറിഞ്ഞൂടാ. അയ്യോ സത്യമാണ്. അയ്യോ 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 അയ്യോ. ജോൺ ഹോനായുടെ അപ്പച്ചനും ആൻഡ്രൂസിന്റെ അപ്പച്ചനും ഹോങ്കോങ്ങിൽ പങ്കുവച്ചവടക്കാരായിരുന്നു.
ഒടുവിൽ ഹോങ്കോങ്ങിൽ നിന്നും മടങ്ങുമ്പോ കച്ചവടത്തിന്റെ കണക്ക് തീർത്ത കൂട്ടത്തിൽ ആൻഡ്രൂസിന്റെ അപ്പച്ചന്റെ കഥയും തീർത്തിട്ട ഹോനായി ബോംബെയിലേക്ക് വന്നത്. അവിടുന്ന് ഇതിന്റെയൊക്കെ ആരംഭം. അന്ന് അമ്മച്ചി ആൻഡ്രൂസിനെയും കൂട്ടി ബോംബെയിലുള്ളതെല്ലാം ഇട്ടെറിഞ്ഞ് ഇങ്ങോട്ട് പോന്നു. അപ്പ ആൻഡ്രൂസിന് വെറും 10 വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ആൻഡ്രൂസിനേക്കാൾ വേഗം വളർന്നതും വലുതായതും മനസ്സിലെ പകയായിരുന്നു. വളർന്നപ്പോ പകരം ചോദിക്കാനും എല്ലാം തിരിച്ചു മേടിക്കാനും ആൻഡ്രൂസ് ബോംബെക്ക് വണ്ടി കയറി. പിന്നെ 4 വർഷം, നീണ്ട 4 വർഷം കൊണ്ടാ ആൻഡ്രൂസ് പീറ്റർ ഹോനായിക്ക് വേണ്ടിയുള്ള കരുക്കൾ നീക്കിയത്. ബോംബെയിൽ ഹോനായിമാരുടെ ശക്തി എന്താണെന്ന് ആൻഡ്രൂസിന് നല്ലോണം അറിയായിരുന്നു. അതുകൊണ്ട് തന്നെ ബോംബെയിലെ മറ്റു വ്യാപാരികളെയും പീറ്റർ ഹോനായും തമ്മിൽ തെറ്റിക്കുകയാണ് ആൻഡ്രൂസ് ആദ്യം ചെയ്തത്. നെൽക്കക്കള്ളി ഇല്ലാതെ വന്നപ്പോ പീറ്റർ ഹോനായി തന്റെ സമ്പാദ്യങ്ങളും വാരിക്കെട്ടി മകനോടൊപ്പം നാടുവിടാൻ തീരുമാനിച്ചു. ഒടുക്കം ആൻഡ്രൂസ് കണക്ക് കൂട്ടിയതുപോലെ തന്നെ സംഭവിച്ചു. പീറ്റർ ഹോനായും അയാളുടെ മുഴുവൻ സമ്പാദ്യവും ആൻഡ്രൂസിന്റെ കയ്യിൽ തന്നെ വന്നു പെട്ടു. चलो സേതു, സേതു, ഞാനവനെ കൊന്നടാ. എന്റെ അപ്പച്ചനെ കൊന്നവനെ ഈ കൈ കൊണ്ട് ഞാൻ കൊന്നു. ഇത് കണ്ടോ, ഇത് മുഴുവൻ എന്റെ അപ്പച്ചന്റെയാ. ഇതിനു വേണ്ടിയിട്ടാ അവന്റെ അപ്പച്ചനെ കൊന്ന് കടലിൽ തള്ളിയത്. 20 വർഷത്തെ കണക്ക് ഞാനെന്ത് തീർത്തടാ. ഇനി എനിക്ക് എന്റെ അമ്മച്ചിയെ എടുത്തു പോണം. അമ്മച്ചിയെ പൊന്നുകൊണ്ട് പൊതിയണം. നോട്ട് കെട്ടുകൊണ്ട് തുലാഭാരം നടത്തണം. അപ്പച്ചൻ ആഗ്രഹിച്ച പോലെ എന്റെ അമ്മച്ചിയെ തമ്പുരാട്ടെ പോലെ എനിക്ക് വാഴിക്കണോടാ. നാട്ടിലേക്ക് തിരിച്ചു പോകുന്നതിന് മുമ്പ് എനിക്കൊരു അല്പം ജോലി കൂടെ ബാക്കിയുണ്ട്. ആ ജോൺ ഹോനായെ കൂടി ഇല്ലെങ്കിൽ എന്നെ അമ്മച്ചിയമ്മ സമാധാനത്തോട് ജീവിക്കാൻ വിടൂല. അത് തീർത്തിയെ മടങ്ങി വരുന്നവരെ നീ ഇതിവിടെ സൂക്ഷിക്കണം.
എന്റെ ജീവൻ കാക്കുന്ന പോലെ നീ ഇത് കാത്തു സൂക്ഷിക്കണം. ആൻഡ്രൂ, എടാ നീ പേടിക്കണ്ട, ഞാൻ മടങ്ങി വരും. എനിക്ക് മടങ്ങി വന്നേ പറ്റൂ. ഈ ക്രിസ്മസിന് ഞാൻ ആ മുറ്റത്തുണ്ടാവുമെന്ന് എന്റെ അമ്മച്ചോട് ഞാൻ പറഞ്ഞുപോയി.